പുറത്ത് കോളിംഗ് ബെൽ കേട്ടതും അവൾ ആ മുറിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷയായി. ആരാണ് ബെല്ലടിച്ചതെന്ന് നോക്കാനായി ദീപു വാതിൽ തുറന്നപ്പോൾ അത് പ്രിയയുടെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായ റിട്ടയേർഡ് SP മാത്യൂസ് ആയിരുന്നു. അങ്കിൾ എന്താ ഈ രാത്രിയിലെന്ന് ചോദിച്ചപ്പോൾ പ്രിയയുടെ അമ്മയുടെ മരണവാർത്ത ഇന്ന് രാവിലെയാണ് അറിഞ്ഞതെന്നും അപ്പോൾ തന്നെ പുറപ്പെട്ടതാണെന്നും വണ്ടി വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാണ് ലേറ്റ് ആയതെന്നും അയാൾ ദീപുവിനോട് പറഞ്ഞു. അപ്പോഴേക്കും അങ്കിളും ഡോക്ടർ ശേഖറും അങ്ങോട്ടേക്കെത്തി. തൻ്റെ കൂട്ടുകാരനെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കണ്ട സന്തോഷത്തിൽ അയാൾ അവർക്കൊപ്പം ടെറസിലേക്ക് പോയി. അപ്പോഴേക്കും മാത്യൂസ്, നീ എന്നെ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നമ്മുടെ പഴയ ഗോവിന്ദൻ നമ്പൂതിരിയെ ചെന്ന് കണ്ട് എല്ലാവർക്കുമുള്ള മന്ത്രച്ചരടുകൾ വാങ്ങിവെച്ചു എന്നും ഇനി അവളുടെ ശല്യം നമുക്കാർക്കും ഉണ്ടാകില്ലെന്നും കൂട്ടത്തിൽ നീ പറഞ്ഞതനുസരിച്ച് ദീപുവിനും പ്രിയയ്ക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു. അയാൾ ഈ ചരട് രണ്ടും ദീപുവിന് കൊടുത്തപ്പോൾ ആനിയുടെ മരണത്തിൽ ഇവർക്ക് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് ദീപുവിന് സംശയം തോന്നി. എന്തായാലും ചരട് കെട്ടിയേക്കാമെന്ന് കരുതി അവൻ ചരട് കെട്ടിയ നേരം മുറിയിൽ നിന്നൊരു തേങ്ങിക്കരച്ചിൽ അവൻ കേട്ടു. എവിടെ നിന്നാണ് കരച്ചിലെന്ന് അവൻ എത്ര നോക്കിയിട്ടും ആരെയും കണ്ടില്ലെങ്കിലും അത് ആനിയുടെ കരച്ചിലാണെന്ന് അവൻ ഉറപ്പിച്ചു. എന്തായാലും നാളത്തെ റിയൂണിയനിൽ വെച്ച് ആനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുമെന്ന് തന്നെ ദീപു തീരുമാനിച്ചു. രാവിലെ 6 മണി ആയപ്പോൾ തന്നെ ദീപുവിന് കീർത്തിയുടെ ഫോൺ വന്നു. അവൾ ലണ്ടനിൽ നിന്ന് തലേന്ന് തന്നെ എത്തിയെന്നും നമുക്കൊരുമിച്ച് തേക്കടിയിലേക്ക് പോകാമെന്നും ഞാൻ ആര്യയെ വിളിച്ചപ്പോൾ അവളും ജോഷിയും നമ്മളോടൊപ്പം വരുന്നുണ്ടെന്നും അവൾ പറഞ്ഞു. അങ്ങനെ രാവിലെ ദീപു റിയൂണിയന് പോകാനായി ഒരുങ്ങി നിന്നപ്പോൾ അങ്കിൾ വന്ന് പ്രിയയെ ഇവിടെ തനിച്ചാക്കി നീ എങ്ങും പോകണ്ട എന്നും റിയൂണിയൻ തൽക്കാലത്തേക്ക് മറ്റേതെങ്കിലും ദിവസം മാറ്റി വെക്കാനെന്നും എനിക്കിന്നിവിടെ നിൽക്കാൻ കഴിയില്ലെന്നും ഞാനും ഫ്രണ്ട്സുമായി അത്യാവശ്യമായി പുറത്തേക്ക് പോവുകയാണെന്നും അയാൾ പറഞ്ഞു. ഇത് കേട്ട ദീപു തനിക്ക് ഇന്നത്തെ റിയൂണിയൻ അത്രയേറെ പ്രാധാന്യമുള്ളതാണെന്നും അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലെന്നും അങ്കിളിനെ അറിയിച്ചു. അവൻ റിയൂണിയന് പോകാനായി കാറിൻ്റെ കീ തിരക്കിയതും അവിടെയെങ്ങും കീ കണ്ടതേയില്ല. അങ്ങനെ അവൻ പുറത്തു നിന്ന് ടാക്സി വിളിച്ച് പോകാനായി തീരുമാനിച്ചു. ടാക്സി പുറത്ത് വന്നപ്പോഴേക്കും പ്രിയയുടെ അച്ഛനും ഫ്രണ്ട്സും പെട്ടെന്ന് തന്നെ ടാക്സിയിൽ കയറി ഗേറ്റ് ലോക്ക് ചെയ്ത് അവിടെ നിന്ന് പോയി. ഇത് കണ്ട ദീപു എങ്ങനെയെങ്കിലും റിയൂണിയൻ എത്തണമെന്ന വാശിയിൽ നിന്നപ്പോഴേക്കും പുറത്തൊരു കാർ ശബ്ദം കേട്ടു.